ഹലോ ഹായ് ഫ്രണ്ട്സ്, AK DTech Info യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മഴവിൽ മനോരമ HD, കേരള വിഷന്, മനോരമ ന്യൂസ്, അതുപോലെ ഒരുപാട് നല്ല ചാനലുകൾ കിട്ടുന്ന സാറ്റലൈറ്റായ GSAT 3083 ഡിഗ്രിയിലെ സിഗ്നൽ പിടിക്കുന്ന വീഡിയോ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് ഏത് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാം. അപ്പോൾ GSAT 3083 ഡിഗ്രിയിൽ സിഗ്നൽ പിടിക്കുന്നത് സ്ട്രോങ് ഫ്രീക്വൻസി, ഏത് ഭാഗത്തേക്കാണ് ഡിഷാണ് തിരിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ കിണറ്റിൻ കരയിലാണ് ഇന്ന് സിഗ്നൽ പിടിക്കുന്നത്. ഫ്ലോർ അത്ര ലെവലൊന്നും അല്ല. അതുപോലെ എനിക്ക് സിഗ്നൽ വരുന്നൊരു പൊസിഷൻ കാണിക്കാം. ആകാശത്ത് കുറഞ്ഞ ഒരു ഗ്യാപ്പേ ഉള്ളൂ, ഒരുപാട് മരങ്ങളുള്ള അതിനിടയിലാണ് ഞാനിന്ന് സിഗ്നൽ പിടിക്കുന്നത്. എൻ്റെ മറ്റുള്ള ഡിഷാനിലൊക്കെ ഞാനിന്ന് ടെറസിൽ നിന്ന് ഇറക്കിയതാണ്. കാരണം മഴ പെയ്തിട്ട് വീടിനുള്ളിലേക്ക് നനവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെറസിൽ നിന്ന് ഇറക്കിയിട്ട് വീടിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന GSAT 3083 ഡിഗ്രിയാണ്. ഇതിൽ നമുക്ക് മഴവിൽ മനോരമ, കേരള വിഷന്, മനോരമ ന്യൂസ് അങ്ങനെ 6ഓളം മലയാള ചാനൽ ലഭിക്കുന്നത്. അപ്പോൾ അതിൽ മഴവിൽ മനോരമയ്ക്ക് സിഗ്നൽ കുറവാണെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. 6 ഡിഷ് നമുക്ക് സിഗ്നൽ പിടിക്കുമ്പോൾ മാക്സിമം ചാനൽ കാണാൻ പറ്റുന്ന, ഫ്രീസ് ആവാതെ കാണാൻ പറ്റുന്ന അത്ര സിഗ്നൽ കിട്ടുന്നുള്ളൂ. അതായത് നമ്മൾ സ്ട്രോങ് ഫ്രീക്വൻസി, പൊസിഷന് എല്ലാം കാണിക്കുന്നത്. ഇതാണ് നമ്മൾ സിഗ്നൽ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഡിഷാൻ്റെ സ്റ്റാൻഡ്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡെല്ലാം മഴവെള്ളം നനഞ്ഞിട്ട് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. ഇത് വേറെ സ്റ്റാൻഡ് ഞാൻ റെഡിയാക്കിയതാണ്. ഇതിലേക്കാണ് ഞാൻ എൻ്റെ ഡിഷാൻ സെറ്റ് ചെയ്യുന്നത്. ഇത്രയും കുറഞ്ഞ ആകാശത്തു നിന്നാണ് ഞാൻ GSAT 3083 ഡിഗ്രിൻ്റെ സിഗ്നൽ പിടിക്കുന്നത്. നമുക്ക് സിഗ്നൽ വരുന്ന പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുപോലെ സ്ട്രോങ് ഫ്രീക്വൻസി, LMBSQ ഇത്രയും ശരിയായി തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏത് ഭാഗത്തും ഏത് മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് സിഗ്നൽ പിടിക്കാനാവും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിലേക്ക് നമ്മുടെ 6 അടിയുടെ ഡിഷ് ആൻറ്റിന ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെൻറ്ററത്തെ ആ പ്ലേറ്റ് ആവശ്യമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യം ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ കാണിക്കാം. ആ ഷീറ്റ് വയ്ക്കുമ്പോൾ സിഗ്നൽ കൂടുന്നു, ഷീറ്റ് ഒഴിവാക്കുമ്പോൾ നോസിലാകുന്നു, ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഡിഷാൻ്റെ സെൻറ്ററത്തെ ഈ ഓളുടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത്രയും മരത്തിന് മറവര് വരുന്നുണ്ട്. അപ്പോൾ ഒഴിഞ്ഞ ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് നമുക്ക് GSAT 3083 ഡിഗ്രിൻ്റെ സിഗ്നൽ വരുന്നത്. ബാക്കിൽ ഉയർത്തുന്നത് ഞാൻ കാണിക്കാം. അതുപോലെ LMB നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യണം. LMBSQ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് എങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ LMB ഞാനിവിടെ LMB ബാറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഞാൻ ഉയർത്തുന്നത് 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5.25 ഇഞ്ചാണ്. ഇത് ഓരോ ഡിഷിൻ്റെയും കമ്പനിക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം. 15 ഉള്ളത് 13 ആകാം, അല്ലെങ്കിൽ അത് 17 ആകാം. ഞാനിവിടെ 15 സെൻറ്റിമീറ്ററാണ് ഉയർത്തിയുള്ളത്. ഇനി LMBSQ കാണിക്കാം. ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഈ ഒരു ബോക്സ് ഏകദേശം ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നത്. LMBൻ്റെ സൈഡിലൊരു ഡോട്ട് കാണാം. അത് തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ വയ്ക്കാം. ഞാനിതിൽ ഉപയോഗിക്കുന്ന ഒരു 5G ഫിറ്റർ LMB എന്നല്ല, ഒരു സോൾഡറിൻ്റെ CB1 13 KSU LMB ആണ്. സൈഡിൽ ഡോട്ട് കാണാം, അത് തെക്കോട്ടോ വടക്കോട്ടോ വയ്ക്കാം. അതാണ് LMBSQ. അപ്പോൾ നമുക്കിവിടെ സ്ട്രോങ് ഫ്രീക്വൻസിക്ക് സിഗ്നലൊന്നും കയറില്ല. ബാക്കിൽ നമ്മൾ 15 സെൻറ്റിമീറ്റർ ഉയർത്തിൻ്റെ LMBSQ സൈഡിലെ ഡോട്ട് തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വടക്ക് ഭാഗത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം പൊസിഷനും കൂടി ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് സിഗ്നൽ വരുന്നത് ഞാൻ ക്ലിയർ കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ സ്ട്രോങ് ഫ്രീക്വൻസി സിഗ്നൽ കയറി വരുന്നത് കാണാം. ഞാൻ വലത്ത് കൈ കൊണ്ട് ഡിഷാൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം സിഗ്നൽ കയറി വരുന്നത്. സ്ട്രോങ് ഫ്രീക്വൻസി 4074 വെർട്ടിക്കൽ 9600 ആണ്. അതാണ് സ്ട്രോങ് ഫ്രീക്വൻസി. LMBSQ ബാക്കിൽ ഉയർത്തിയത് കറക്റ്റായി കഴിഞ്ഞാൽ, അതുപോലെ ഡിഷാൻ്റെ പൊസിഷൻ കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്ട്രോങ് ഫ്രീക്വൻസി സിഗ്നൽ കയറി വരും. നിങ്ങളിവിടെ കാണാം 91%. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സിഗ്നൽ പോകത്തില്ല. നല്ല സ്ട്രോങ് ഫ്രീക്വൻസിയാണ്. എങ്ങോട്ട് തിരിച്ചാലും ഈ സിഗ്നൽ പോവാതെ നിൽക്കുന്നുണ്ട്. നമുക്ക് കേരള വിഷൻ്റെ സിഗ്നൽ റെഡിയാക്കുമ്പോൾ, അതുപോലെ മഴവിൽ മനോരമ HDൻ്റെ സിഗ്നലൊക്കെ റെഡിയാക്കുമ്പോൾ ഇതൊന്നും സിഗ്നൽ പോവാതെ അതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡിഷാൻ്റെ തിരിഞ്ഞിരിക്കേണ്ടത് ഇടത് ഭാഗത്തുള്ള ഒരു കമ്പി ഉണ്ടല്ലോ,
അത് ഞാൻ മുൻഭാഗത്ത് കിഴക്ക് ഭാഗവും ബാക്ക് ഭാഗം പടിഞ്ഞാറായിട്ടാണ് വെച്ചത്. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്സാണ്. വലതു ഭാഗത്തുള്ള ടൈൽസിൻ്റെ പീസ്, ഇടത് ഭാഗം തെക്ക് ഭാഗം, വലതു ഭാഗം വടക്ക് ഭാഗമാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കാണ് നമ്മുടെ ഡിഷാനെ തിരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ വളരെ ക്ലിയറായി കാണാൻ പറ്റും. ഇത്തരത്തിൽ നമുക്ക് ഡിഷാനിനെ കറക്റ്റായി തിരിച്ചു വെച്ചാൽ തന്നെ നമുക്ക് സിഗ്നൽ വളരെ പെട്ടെന്ന് കയറി വരും. അപ്പോൾ LMB സ്ക്യൂ പറഞ്ഞു, ബാക്കിൽ ഉയർത്തിയത് പറഞ്ഞു, ഡിഷാനിൻ്റെ പൊസിഷനും പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാൽ പിന്നെ LMB ഉയർത്താനോ താഴ്ത്താനോ അല്ലെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനോ, അതുപോലെ ഡിഷാൻറ്റിനെ ഇടത്തോട്ടോ വലത്തോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിൽ ചെറുതായിട്ട് ഉയർത്താനോ താഴ്ത്താനോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് സിഗ്നൽ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാം, ഇടത് ഭാഗത്ത് ബാക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം, മുൻപിൽ കമ്പി ഭാഗം കിഴക്ക് ഭാഗമാണ്. അതുപോലെ ഇടത് ഭാഗം ടൈൽസിൻ്റെ ഇടത് ഭാഗം തെക്കും വലതു ഭാഗം വടക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തെക്കിൻ്റെയും കിഴക്കിൻ്റെയും സെൻറ്റർ ഭാഗത്താണ് GSAT 3083 ഡിഗ്രി സിഗ്നൽ വരുന്നത്. ആ ഭാഗത്തേക്ക് ഡിഷാനെ തിരിച്ചു വയ്ക്കുക. നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തേക്ക് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറെല്ലാം കറക്റ്റായിട്ട് അറിയാവും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ടിപ്സ് ഇതിൽ കാണിച്ചത്. LMB ബോക്സ് ഫ്രണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ LMB സ്ക്യൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലൊരു കമ്പി കാണാം. അത് തെക്കോട്ടോ വടക്കോട്ടോ വരുന്ന വിധത്തിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ LMB സൈഡിലൊരു ഡോട്ട് കാണാം, അത് തെക്കോട്ടോ വടക്കോട്ടോ വയ്ക്കാം. അല്ലെങ്കിൽ മുകളിൽ 0 സ്ക്യൂ കാണാം. അപ്പോൾ 0 തെക്കോട്ടോ വടക്കോട്ടോ വയ്ക്കാം. ചില LMB ചെറിയ മാറ്റം വരാറുണ്ട്. അതുകൊണ്ടാണ് LMB ഉള്ളിലെ കമ്പി തെക്കോട്ടോ വടക്കോട്ടോ വയ്ക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ LMB സൈഡിലെ ഡോട്ട് തെക്കോട്ടോ വടക്കോട്ടോ വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഡിഷാൻ്റെ തിരിഞ്ഞിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ക്ലിയർ മനസ്സിലായി കാണും. തെക്കിൻ്റെയും കിഴക്കിൻ്റെയും സെൻറ്റർ ഭാഗത്തേക്കാണ് ഡിഷാൻ്റെ തിരിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് സാഹചര്യത്തിലും ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ മറ്റുള്ള ഫ്രീക്വൻസികൾ കാണിക്കാം. ഇവിടെ കേരള വിഷൻ്റെ സിഗ്നൽ ഇതുവരെ കയറി വന്നില്ല. 3925 ഹോറിസോണ്ടൽ 28500. അപ്പോൾ ഇതിന് നമുക്ക് LMB ഉയർത്തുക താഴ്ത്തുക, അതുപോലെ LMB ഇടത്തോട്ടോ വലത്തോട്ടോ അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ ഡിഷാൻ്റെ ഉയർത്തിയും താഴ്ത്തി നോക്കുക. ഒരു പോയിൻ്റൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം കേരള സിഗ്നൽ 80% വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാക്സിമം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സിഗ്നലും റെഡിയാക്കാൻ പറ്റും. നമുക്ക് കേരള സിഗ്നൽ കിട്ടിയെന്ന് കരുതി നമുക്ക് മഴവിൽ മനോരമ HD സിഗ്നൽ കയറിക്കൊള്ളുന്നില്ല. മഴവിൽ മനോരമ HD സിഗ്നൽ ഇത്തിരി കുറവാണ്, അതൊന്ന് റെഡിയാക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ആവശ്യമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഈ സെൻറ്ററത്തെ ഒരു പ്ലേറ്റ് ആവശ്യമുണ്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റ് വയ്ക്കുമ്പോൾ സിഗ്നൽ കൂടുന്നു, ഷീറ്റ് ഒഴിവാക്കുമ്പോൾ കുറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ കാണാം. അപ്പോൾ ഇവിടെ ഷീറ്റില്ല, നിങ്ങൾക്ക് കാണാം നോ സിഗ്നലാണ്. ഇപ്പോൾ നമ്മുടെ കേരള വിഷൻ്റെ സിഗ്നൽ നമ്മൾ റെഡിയാക്കിയതാണ്. കേരള വിഷൻ്റെ സിഗ്നലാണ് ഇവിടെ കാണിക്കുന്നത്, നോ സിഗ്നലാണ്. ഇപ്പോൾ ഞാനിത് പ്ലേറ്റ് ഇവിടെ സെൻറ്റർ ഭാഗത്ത് വയ്ക്കുകയാണ്. ഇനി TV നോക്കുമ്പോൾ കാണാം അത് ഫിക്സായിട്ട് 80% സിഗ്നലുണ്ട്. അപ്പോൾ ഈ സെൻറ്ററത്തെ പ്ലേറ്റ് അത്യാവശ്യം തന്നെയാണ്. എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും വെച്ചാൽ മതി. ഈ പ്ലേറ്റ് തന്നെ കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് വയ്ക്കുക. ഞാനിത് ഒരിക്കൽ കൂടി കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ സിഗ്നലുണ്ട്. ഞാനിവിടുത്തെ ഷീറ്റ് എടുക്കുന്നുണ്ട്. ഈ പ്ലേറ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ നോ സിഗ്നലായത് കാണാം. അപ്പോൾ അത്യാവശ്യം തന്നെയാണ് നമുക്ക് പ്ലേറ്റ്. അപ്പോൾ പ്ലേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളൊരു എന്തെങ്കിലും ഷീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ആ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് വയ്ക്കുമ്പോൾ കാണാം കറക്റ്റായിട്ട് ആ 80-82% സിഗ്നൽ വരുന്നുണ്ട്. ഇനി നമുക്ക് മഴവിൽ മനോരമ HD സിഗ്നൽ നോക്കണം. തൊട്ടടുത്ത ഫ്രീക്വൻസി 4156 ഹോറിസോണ്ടൽ. ഈ ഫ്രീക്വൻസി എന്ന് കാണാം 72%. ഈ ഫ്രീക്വൻസി മാക്സിമം സിഗ്നൽ കൂട്ടിയാൽ നമുക്ക് 4115 ഹോറിസോണ്ടൽ 8000, അതായത് നമ്മുടെ കേരള വിഷൻ്റെ നമ്മുടെ മഴവിൽ മനോരമ HD സിഗ്നൽ റെഡിയാക്കാൻ പറ്റും.
ഇപ്പോൾ സിഗ്നൽ വന്നിട്ട് പോകുന്നുണ്ട്, നമുക്ക് റെഡി ആയില്ല. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നോ സിഗ്നലാണ്. തൊട്ടടുത്ത ഫ്രീക്വൻസി 4156 അതുപോലെ അതിൻ്റെ മുകളിലെ ഫ്രീക്വൻസിയിൽ 4096. ഈ രണ്ട് ഫ്രീക്വൻസിയും സിഗ്നലുണ്ട്. എന്നാൽ നമ്മുടെ മഴവിൽ മനോരമ HDക്ക് സിഗ്നൽ റെഡി ആയിട്ടില്ല. അപ്പോൾ മുകളിലത്തെ സിഗ്നലോ 4096 സിഗ്നലോ അല്ലെങ്കിൽ 4156 സിഗ്നലോ മാക്സിമം കൂട്ടിയെടുത്താൽ നമ്മുടെ മഴവിൽ മനോരമ Hൻ്റെ സിഗ്നൽ അതുപോലെ കൂടി വരും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്രീക്വൻസി ഇത്തിരി സിഗ്നൽ കൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാണാം 4115 ഹോറിസോണ്ടൽ 8000-ന് 6872 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓരോ ഫ്രീക്വൻസിയും മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കുക. വളരെ കുറഞ്ഞ ഫ്രീക്വൻസി മാക്സിമം കൂട്ടിയെടുത്താൽ അതിൻ്റെ കൂടെയുള്ള മറ്റു ഫ്രീക്വൻസിക്ക് സിഗ്നൽ കൂടി വരും. അപ്പോൾ അതിന് കുറഞ്ഞ ഫ്രീക്വൻസി വേണം മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കാൻ. അപ്പോൾ നമുക്കിവിടെ മഴവിൽ മനോരമ HD അതുപോലെ എല്ലാത്തിനും സിഗ്നൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഈ സിഗ്നൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇവിടെ കാണാം. ഇത്രയും കുറഞ്ഞ ആകാശത്തിൻ്റെ ഉള്ളിലാണ്, ചുറ്റും മരങ്ങളാണ്. ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മുടെ GSAT 3083 സിഗ്നൽ ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ നമുക്ക് LM-NSQ ഡിഷാൻ്റെ തിരിഞ്ഞിരിക്കുന്ന പൊസിഷന് അതുപോലെ സ്ട്രോങ് ഫ്രീക്വൻസി ബാക്കിൽ ഉയർത്താനുള്ള ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സാറ്റലൈറ്റും വളരെ സിമ്പിളായിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റും. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക. ബ്ലൈൻഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഓരോ ഫ്രീക്വൻസി നോക്കുക. അതിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കുക. അത്യാവശ്യം നമുക്ക് എല്ലാ മലയാളത്തിൻ്റെ ഫ്രീക്വൻസിക്കും ഞാനിവിടെ മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ മഴവിൽ മനോരമ HDക്ക് ഞാൻ മാക്സിമം 6872 ആക്കിയിട്ടുണ്ട്. 68 ആക്കിയിട്ട് നമുക്കിവിടെ നമ്മുടെ മഴവിൽ മനോരമ HD ഫ്രീസ് ഒന്നും ആവുന്നില്ല. ഞാനിതിൽ ഉപയോഗിച്ചത് LMB നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. സോളിഡ് CB1 13 KSUവിൻ്റെ LMB ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്കിപ്പോഴും ഈ ഒരു LMB വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.